Dear students, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് റിലേഷനാണ്. എൻ്റെ പേര് ഡോക്ടർ ജാസ്മിൻ മാത്യു, കാഞ്ഞിരപ്പള്ളി അമൽജ്യോതി കോളേജ് ഓഫ് എഞ്ചിനീയറിംഗിൽ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ബേസിക് സയൻസിലെ അസിസ്റ്റൻറ്റ് പ്രൊഫസറാണ്. കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് ഓഫ് ടു സെറ്റ്സ് ആണ് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് അഗെയിൻ സെറ്റ് ഓപ്പറേഷൻ. രണ്ട് സെറ്റുകളെ ഓപ്പറേറ്റ് ചെയ്ത് പുതിയ ഒരു സെറ്റ് ഫോം ചെയ്യുന്ന മറ്റൊരു പ്രൊസീജിയറാണ് കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് അല്ലെങ്കിൽ ക്രോസ് പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. ലെറ്റ് എ ആൻഡ് ബി ബി ടു സെറ്റ്സ്. എയും ബിയും രണ്ട് സെറ്റുകളാണെങ്കിൽ ക്രോസ് പ്രോഡക്റ്റ് ഓഫ് എ ആൻഡ് ബി ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ഇങ്ങനെയാണ്. ഇറ്റ് ഈസ് എ സെറ്റ് കണ്ടെയ്നിങ് all ordered pairs of the form AB where A is an element of capital A and B is an element of capital B. ഓർഡേഡ് പെയറിലെ ആദ്യത്തെ കമ്പോണൻറ്റ്, നമ്മൾ ഓർഡേഡ് പെയറിലെ എലമെൻസിനെ കമ്പോണൻസ് എന്നാണ് പറയുക. അതിലെ ആദ്യത്തെ കമ്പോണൻറ്റ് ആദ്യത്തെ സെറ്റിൽ നിന്നും രണ്ടാമത്തെ കമ്പോണൻറ്റ് രണ്ടാമത്തെ സെറ്റിൽ നിന്നും ചൂസ് ചെയ്താൽ ഇങ്ങനെ എഴുതുന്ന ഓർഡേഡ് പെയറുകളുടെ കളക്ഷൻ, അങ്ങനെ കിട്ടുന്ന സെറ്റിനെ വിളിക്കുന്ന പേരാണ് കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് ഓഫ് എ ആൻഡ് ബി. ഇത് നമ്മൾ വായിക്കുന്നത് എ ക്രോസ് ബി എന്നാണ്. നമുക്ക് ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ നോക്കാം. ലെറ്റ് ക്യാപിറ്റൽ എ ഈസ് ഈക്വൽ ടു സെറ്റ് എ ബി സി ആൻഡ് ക്യാപിറ്റൽ ബി ഈസ് ഈക്വൽ ടു സെറ്റ് 1 2 3 4. ദെൻ എ ക്രോസ് എ. എ ക്രോസ് എ ഈസ് ദി കളക്ഷൻ ഓഫ് ഓൾ ഓർഡേഡ് പെയർസ് ഓഫ് ദ ഫോം ദിസ് എ ബി. അപ്പോൾ ഇവിടെ ഫസ്റ്റ് കമ്പോണൻ്റായിട്ട് വരാവുന്ന ആദ്യത്തെ കാൻഡിഡേറ്റ് എ ആണ്. എ ക്രോസ് എ. അപ്പോൾ ഫസ്റ്റ് കമ്പോണൻറ്റും സെക്കൻഡ് കമ്പോണൻറ്റും എ എന്നുള്ള സെറ്റിൽ നിന്ന് തന്നെയാണ് ചൂസ് ചെയ്യേണ്ടത്. സെക്കൻഡ് കമ്പോണൻ്റായിട്ട് എ വരാം, ബി വരാം, സി വരാം. അപ്പോൾ ഫസ്റ്റ് കമ്പോണൻ്റ് എയെ ഫിക്സ് ചെയ്തുകൊണ്ട് നമ്മൾ സെക്കൻഡ് കമ്പോണൻറ്റ്സ് എ ബി സി എന്നുള്ള 3 പോസിബിലിറ്റീസ് കൊടുക്കുമ്പോൾ നമുക്ക് 3 ഡിഫറെൻ്റ് ആയിട്ടുള്ള ഓർഡേഡ് പെയറുകൾ കിട്ടും. ഇനി ഫസ്റ്റ് കമ്പോണൻ്റായിട്ട് വരാവുന്ന അടുത്ത കാൻഡിഡേറ്റ് എന്ന് പറയുന്നത് ബി ആണ്. അപ്പോൾ ഫസ്റ്റ് കമ്പോണൻ്റായിട്ട് ബി കൊടുത്താൽ സെക്കൻഡ് കമ്പോണൻ്റായിട്ട് വീണ്ടും എ ബി സി 3 പോസിബിലിറ്റീസ് ഉണ്ട്. അപ്പോൾ ഫസ്റ്റ് കമ്പോണൻറ്റ്സ് ബി കൊടുത്തുകൊണ്ട് സെക്കൻഡ് കമ്പോണൻറ്റ്സ് എ ബി സി എന്നുള്ള 3 ഡിഫറെൻറ്റ് പോസിബിലിറ്റീസ് കൊടുക്കുമ്പോൾ എഗെയിൻ നമുക്ക് 3 ഡിഫറെൻറ്റ് ഓർഡേഡ് പെയർസും കൂടെ കിട്ടും. ഇനി ഫസ്റ്റ് കമ്പോണൻ്റായിട്ട് ഒരു എലമെൻറ്റും കൂടെ റീറ്റെയിൻ ചെയ്യുന്നുണ്ട്, അത് സി ആണ്. അപ്പോൾ സിയെ ഫസ്റ്റ് കമ്പോണൻ്റായിട്ട് കൊടുത്തുകൊണ്ട് സെക്കൻഡ് കമ്പോണൻ്റായിട്ട് വരാവുന്ന എ ബി സികൾ 3 പോസിബിലിറ്റീസ് കൊടുക്കും. ഇപ്പോൾ നമുക്ക് എ ക്രോസ് എയിൽ വരാവുന്ന എല്ലാ പോസിബിൾ ഓർഡേഡ് പെയർസിൻ്റെയും കളക്ഷൻ നമ്മൾ എടുത്തു കഴിഞ്ഞു. ഈ സെറ്റിനെയാണ് എ ക്രോസ് എ എന്ന് വിളിക്കുന്നത്. അതേപോലെ നമുക്ക് ഇവിടെ നമ്മൾ ഒരു സെറ്റിനെ അതിനോട് തന്നെ ക്രോസ് പ്രോഡക്റ്റ് എടുത്തപ്പോൾ കിട്ടിയ സെറ്റാണ് നമ്മളിപ്പോൾ എഴുതിയിരിക്കുന്നത്. അടുത്തത് എ ക്രോസ് ബി. എയും ബിയും 2 സെറ്റ്സ് നമ്മുടെ കയ്യിലുണ്ട്. നമുക്ക് എ ക്രോസ് ബിയിലെ എലമെൻറ്റ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. തൊട്ട് മുമ്പ് പറഞ്ഞതുപോലെ തന്നെ ഫസ്റ്റ് കമ്പോണൻ്റായിട്ട് വരാവുന്ന ആദ്യത്തെ കാൻഡിഡേറ്റ് എ ആണ്. സെക്കൻഡ് കമ്പോണൻറ്റ് ഷുഡ് സെലക്ട് ഫ്രം ബി. അപ്പോൾ ബി എന്നുള്ള സെറ്റിൽ നിന്നാണ് ചൂസ് ചെയ്യുന്നത്. അവിടെ 4 പോസിബിലിറ്റീസാണുള്ളത്, 1 2 3 4. അപ്പോൾ ഫസ്റ്റ് കമ്പോണൻറ്റ് എ ആയിട്ടുള്ള 4 ഓർഡർ പെയർസ് എനിക്ക് എഴുതാൻ പറ്റും. A1 A2 A3 A4. വീണ്ടും ഫസ്റ്റ് കമ്പോണൻറ്റിൻ്റെ സെക്കൻഡ് കാൻഡിഡേറ്റ് ദാറ്റ് ഇസ് ബി. ബിയെ ചൂസ് ചെയ്യുന്നു. അതിന് ബിക്ക് കറസ്പോണ്ടിങ് ആയിട്ട് 4 ഡിഫറെൻറ്റ് ഓർഡേഡ് പെയർസ് കിട്ടും. സെക്കൻഡ് കമ്പോണൻറ്റ്സ് 1 2 3 4. അപ്പോൾ B1 B2 B3 B4. ഇനി ഫസ്റ്റ് കമ്പോണൻ്റായിട്ട് സി കൂടെ വരാം. അപ്പോൾ സി ഫസ്റ്റ് കമ്പോണൻ്റായിട്ട് വരുമ്പോൾ സെക്കൻഡ് കമ്പോണൻ്റായിട്ട് 4 ഡിഫറെൻറ്റ് എലമെൻറ്റ്സ് വരാം, 1 2 3 4. അങ്ങനെ എല്ലാ പോസിബിൾ ഓർഡേഡ് പെയറുകളും നമ്മൾ ലിസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. ഈ സെറ്റിനെയാണ് നമ്മൾ എ ക്രോസ് ബി എന്ന് വിളിക്കുന്നത്. മറ്റൊരു എക്സാമ്പിളിലൂടെ നോക്കാം. ലെറ്റ് എ ഈസ് ഈക്വൽ ടു സെറ്റ് 2 3 4 ആൻഡ് ബി ഈസ് ഈക്വൽ ടു സെറ്റ് 4 5. ദെൻ എ ക്രോസ് ബി. എ എന്നുള്ളത് 2 3 4 എന്നുള്ള സെറ്റും ബി എന്നുള്ളത് 4 5 എന്നുള്ള സെറ്റുമാണെങ്കിൽ എ ക്രോസ് ബി. ഫസ്റ്റ് കമ്പോണൻ്റായിട്ട് 2 വരാം, സെക്കൻഡ് കമ്പോണൻ്റായിട്ട് 2 പോസിബിലിറ്റി. അപ്പോൾ ഫസ്റ്റ് കമ്പോണൻ്റായിട്ട് 2 വരുമ്പോൾ സെക്കൻഡ് കമ്പോണൻ്റായിട്ട് 4ഉം 5ഉം വരാം. ഫസ്റ്റ് കമ്പോണൻ്റായിട്ട് 3 വരുമ്പോൾ സെക്കൻഡ് കമ്പോണൻ്റായിട്ട് വീണ്ടും 4ഉം 5ഉം വരാൻ പറ്റും. അതേപോലെ ഫസ്റ്റ് കമ്പോണൻ്റായിട്ട് 4 വരുമ്പോൾ സെക്കൻഡ് കമ്പോണൻ്റായിട്ട് വീണ്ടും 4ഉം 5ഉം വരാം. അപ്പോൾ നമ്മൾ എല്ലാ പോസിബിൾ ഓർഡേഡ് പെയറുകളും ചൂസ് ചെയ്ത് കഴിഞ്ഞു. ഈ കളക്ഷനെ നമുക്ക് എ ക്രോസ് ബി എന്ന് വിളിക്കും. ഇനി സപ്പോസ് വി ഡിഫൈൻ ബി ക്രോസ് എ. ബി ക്രോസ് എ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് അഗെയിൻ ദ ഓർഡേഡ് പെയർസ് ഓഫ് ദ ഫോം എ ബി
such that A belongs to the first set, that is B, and B belongs to the second set, that is A. അപ്പോൾ ഇവിടെയും നമ്മൾ മുമ്പേ പറഞ്ഞ പോലെ ആദ്യത്തെ കമ്പോണൻ്റായിട്ട് വരാവുന്ന ഫസ്റ്റ് കാൻഡിഡേറ്റ് ഇവിടെ ബിയിൽ നിന്നാണ് ചൂസ് ചെയ്യുന്നത്, ദാറ്റ് ഈസ് 4. സെക്കൻഡ് കമ്പോണൻ്റായിട്ട് വരാവുന്ന എലമെൻറ്റ്സ് 2, 3, 4 ആണ്. അപ്പോൾ 4 ഫസ്റ്റ് കമ്പോണൻ്റായിട്ട് വരുമ്പോൾ 2, 3, 4 3 എലമെൻറ്റ്സ് സെക്കൻഡ് കമ്പോണൻസ് ആയിട്ട് വരാൻ പറ്റും. ഇനി 5 ഫസ്റ്റ് കമ്പോണൻ്റായിട്ട് വരുമ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് 2, 3, 4 3 ഡിഫറെൻറ്റ് സെക്കൻഡ് കമ്പോണൻസ് പോസിബിളാണ്. അപ്പോൾ എല്ലാ പോസിബിലിറ്റീസും ലിസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ B ക്രോസ് A എന്നുള്ള സെറ്റ് കിട്ടും. അതിൽ എലമെൻറ്റ്സാണ് നമ്മളിവിടെ എഴുതിയിരിക്കുന്നത്. ഇനി എനിക്ക് ഒരു സെറ്റിനോട് തൊട്ട് മുമ്പത്തെ എക്സാമ്പിൾ നമ്മൾ A ക്രോസ് A കണ്ടതുപോലെ തന്നെ ഇവിടെ B ക്രോസ് B കാണാൻ പറ്റും. B എന്നുള്ള സെറ്റ് 4, 5 ആണ്. 4 ഫസ്റ്റ് കമ്പോണൻ്റായിട്ട് വന്നു. സെക്കൻഡ് കമ്പോണൻറ്റിൻ്റെ 2 പോസിബിലിറ്റീസ് 4ഉം 5ഉം. 5 ഫസ്റ്റ് കമ്പോണൻ്റായിട്ട് വന്നു. സെക്കൻഡ് കമ്പോണൻറ്റിന് 2 പോസിബിലിറ്റീസ്, ദാറ്റ് ഈസ് 4 and 5. ലിസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ B ക്രോസ് Bയിലെ എലമെൻറ്റ്സ് നമുക്ക് കിട്ടും. ഇനി നമുക്ക് ഈ ഓർഡേഡ് പെയറുകളുടെ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രോപ്പർട്ടി, 2 ഓർഡേഡ് പെയറുകൾ AB and CD ആർ ഈക്വൽ ഇഫ് ആൻഡ് ഓൺലി ഇഫ് A equal to C and B equal to D. അതായത് corresponding components should be equal. First components must be equal. Second components also must be equal. അങ്ങനെയാണെങ്കിൽ മാത്രമാണ് നമുക്ക് 2 ഓർഡേഡ് പെയറുകൾ ഈക്വൽ ആണ് എന്ന് പറയാൻ പറ്റുന്നത്. അതായത് ഓർഡേഡ് പെയർ 2, 1 is equal to ഓർഡേഡ് പെയർ 2, 1. But it is not equal to ഓർഡേഡ് പെയർ 1, 2. Reason is ഓർഡേഡ് പെയർ 2, 1ൽ ഫസ്റ്റ് കമ്പോണൻസ് ആർ 2, സെക്കൻഡ് കമ്പോണൻസ് ആർ 1. രണ്ടും സെയിം ആയതുകൊണ്ട് അത് ഈക്വൽ ആണ്. ഇവിടെ ഫസ്റ്റ് കമ്പോണൻറ്റ് 2ഉം സെക്കൻഡ് കമ്പോണൻറ്റ് 1ഉം ആണ്, അത് ഈക്വൽ അല്ല, നോട്ട് ഈക്വൽ. അതേപോലെ സെക്കൻഡ് കമ്പോണൻറ്റ് 1ഉം ഇവിടുത്തെ രണ്ടാമത്തെ ഓർഡേഡ് പെയറിൽ സെക്കൻഡ് കമ്പോണൻറ്റ് 2 ആണ്, ആ കമ്പോണൻറ്റ്സും ഈക്വൽ അല്ല. അതുകൊണ്ട് 2, 1ഉം 1, 2ഉം ഈക്വൽ അല്ല. അതേപോലെ 2, 1ഉം 2, 2ഉം ഇവിടെ നമ്മൾ നോക്കിയാൽ ഫസ്റ്റ് കമ്പോണൻറ്റ്സ് സെയിം ആണ്, ബട്ട് സെക്കൻഡ് കമ്പോണൻറ്റ്സ് ആർ നോട്ട് സെയിം. അപ്പോൾ ഈ കേസിലും ഓർഡേഡ് പെയർ ഈക്വൽ ആയിരിക്കില്ല. അപ്പോൾ 2 കമ്പോണൻറ്റ്സും ഈക്വൽ ആയിരുന്നാൽ മാത്രമാണ് ഒരു ഓർഡേഡ് പെയർ ഈക്വൽ ആകുന്നത്. അതേപോലെ ഈ ഉദാഹരണം നോക്കിയാൽ നമുക്ക് A ക്രോസ് Bയും B ക്രോസ് Aയും ചെക്ക് ചെയ്യാം. A ക്രോസ് Bയിലെ ആദ്യത്തെ എലമെൻറ്റ് 2, 4 B ക്രോസ് A എന്നുള്ള സെറ്റിനകത്തില്ല. അപ്പോൾ ഒരു കാരണവശാലും A ക്രോസ് Bയും B ക്രോസ് Aയും ഈക്വൽ ആകില്ല ഇഫ് ആൻഡ് ഓൺലി ഇഫ് A നോട്ട് ഈക്വൽ ടു B. എയും ബിയും സെയിം ആണെങ്കിൽ A ക്രോസ് B ആൻഡ് B ക്രോസ് A ആർ ഗോയിങ് ടു ബി ദ സെയിം. അല്ലാത്ത ഒരു കേസിലും A ക്രോസ് Bയും B ക്രോസ് Aയും സെയിം ആകില്ല. ഇനി എയും ബിയും 2 ഫൈനൈറ്റ് സെറ്റുകളാണ്. എയും ബിയും ഫൈനൈറ്റ് സെറ്റുകളായാൽ കാർഡിനാലിറ്റി ഓഫ് എ ഒരു ഫൈനൈറ്റ് നമ്പർ ആയിരിക്കും, സേ ഇറ്റ് ഈസ് m. കാർഡിനാലിറ്റി ഓഫ് ബിയും ഒരു ഫൈനൈറ്റ് നമ്പർ ആയിരിക്കും, സേ ഇറ്റ് ഈസ് n. അങ്ങനെയാണെങ്കിൽ കാർഡിനാലിറ്റി ഓഫ് എ ക്രോസ് ബി എന്ന് പറയുന്നത് കാർഡിനാലിറ്റി ഓഫ് എ ഇൻറ്റു കാർഡിനാലിറ്റി ഓഫ് ബി ആയിരിക്കും, അതായത് m ഇൻറ്റു n ആയിരിക്കും. ഈ പ്രോപ്പർട്ടി നമുക്ക് ഇവിടെ നിന്ന് തന്നെ ഈ എക്സാമ്പിളിൽ നിന്ന് തന്നെ ഒബ്സർവ് ചെയ്യാം. ഇവിടെ കാർഡിനാലിറ്റി ഓഫ് എ എന്ന് പറയുന്നത് 3 ആണ്, കാർഡിനാലിറ്റി ഓഫ് ബി എന്ന് പറയുന്നത് 2 ആണ്. കാർഡിനാലിറ്റി ഓഫ് എ ക്രോസ് ബി ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു 3 ഇൻറ്റു 2 which is equal to 6. നമുക്കിവിടെ ഒബ്സർവ് ചെയ്യാൻ പറ്റും 1, 2, 3, 4, 5, 6 എലമെൻറ്റ്സ് ആണ് എ ക്രോസ് ബിയിലുള്ളത്. അതേപോലെ കാർഡിനാലിറ്റി ഓഫ് ബി ക്രോസ് എ ഈസ് ഈക്വൽ ടു കാർഡിനാലിറ്റി ഓഫ് ബി ഇൻറ്റു കാർഡിനാലിറ്റി ഓഫ് എ വിച്ച് ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു 3 വിച്ച് ഈസ് 6. അപ്പോൾ കാർഡിനാലിറ്റി ഓഫ് ബി ക്രോസ് എയും 6 തന്നെയാണ്. 1, 2, 3, 4, 5, 6 എലമെൻറ്റ്സ് ആണുള്ളത്. അപ്പോൾ കാർഡിനാലിറ്റി ഓഫ് എ ക്രോസ് ബിയും കാർഡിനാലിറ്റി ഓഫ് ബി ക്രോസ് എയും ഈക്വൽ ആയിരിക്കും ഈവൻ ദോ എ ക്രോസ് ബി ഈസ് നോട്ട് ഈക്വൽ ടു ബി ക്രോസ് എ. എ ക്രോസ് ബിയും ബി ക്രോസ് എയും ഈക്വൽ അല്ലെങ്കിലും നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഇൻ എ ക്രോസ് ബിയും നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഇൻ ബി ക്രോസ് എയും സെയിം ആയിരിക്കും. ഇനി മറ്റു ചില കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് ഉൽപ്പന്നങ്ങൾ നമുക്ക് നോക്കാം. അതായത് മറ്റു ചില സെറ്റുകൾ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. സപ്പോസ് വി ഹാവ് 3 sets. A is equal to set 1, 2, B is equal to set 3, 4 and C is equal to set 4, 5, 6.
ഫൈൻഡ് എ ക്രോസ് ബി യൂണിയൻ സി. ബി യൂണിയൻ സി ഒരു സെറ്റാണ്, എ മറ്റൊരു സെറ്റാണ്, അതിൻ്റെ രണ്ടിൻ്റെയും ക്രോസ് പ്രോഡക്റ്റാണ് നമുക്ക് കാണേണ്ടത്. അപ്പോൾ ആദ്യം നമുക്ക് ബി യൂണിയൻ സി കാണാം. ബി യൂണിയൻ സി ഈസ് ദ സെറ്റ് ഓഫ് ഓൾ എക്സ് ബിലോങ്സ് ടു എ ഓർ എക്സ് ബിലോങ്സ് ടു ബി. എയിലോ ബിയിലോ, അത് എ യൂണിയൻ ബി ആണ്. അപ്പോൾ ഇവിടെ ബി യൂണിയൻ സി ആണ്. അപ്പോൾ ദ സെറ്റ് ഓഫ് ഓൾ എക്സ് ബിലോങ്സ് ടു ബി ഓർ എക്സ് ബിലോങ്സ് ടു സി. അപ്പോൾ ബിയിലുള്ള എക്സുകളെ എല്ലാം നമുക്ക് എഴുതാം 3, 4. സിയിലുള്ള എക്സുകൾ 4, 5, 6. 4 ഓൾറെഡി എഴുതി, ഇനി 5, 6. അപ്പോൾ ബി യൂണിയൻ സി എന്നുള്ള സെറ്റ് 3, 4, 5, 6 ആണ്. Now take the cross product A cross B union C is the set of ordered pairs. First component belongs to A. അപ്പോൾ 1 is the first candidate for the first component. Second components ആയിട്ട് 3 വരാം, 4 വരാം, 5 വരാം, 6 വരാം. അതേപോലെ ഫസ്റ്റ് കമ്പോണൻ്റ് ആയിട്ട് 2 വരാം. ഫസ്റ്റ് കമ്പോണൻ്റ് ആയിട്ട് 2 വരുമ്പോൾ സെക്കൻഡ് കമ്പോണൻ്റ് ആയിട്ട് 3 വരാം, സെക്കൻഡ് കമ്പോണൻ്റ് ആയിട്ട് 4 വരാം, സെക്കൻഡ് കമ്പോണൻ്റ് ആയിട്ട് 5 വരാം, സെക്കൻഡ് കമ്പോണൻ്റ് ആയിട്ട് 6 വരാം. നമ്മളെല്ലാ പോസിബിലിറ്റീസും കൺസിഡർ ചെയ്തു. എ ക്രോസ് ബി യൂണിയൻ സി എന്ന് പറയുന്നത് ഈ സെറ്റായിരിക്കും. ഇനി നമുക്ക് ബി ഇൻ്റർസെക്ഷൻ സി കാണണം, രണ്ടാമത്തെ ക്രോസ് പ്രൊഡക്റ്റ് കാണാൻ. ബി ഇൻ്റർസെക്ഷൻ സി എന്ന് പറഞ്ഞാൽ ദ സെറ്റ് ഓഫ് ഓൾ എക്സ് ബിലോങ്സ് ടു ബി ആൻഡ് എക്സ് ബിലോങ്സ് ടു സി ആണ്. അപ്പോൾ ബിയിലും സിയിലും കോമൺ ആയിട്ട് വരുന്ന എലമെൻറ്റ് അത് 4 ആണ്. അപ്പോൾ ബി ഇൻ്റർസെക്ഷൻ സി എന്ന് പറയുന്നത് സെറ്റ് 4 ആണ്. അപ്പോൾ എ ക്രോസ് ബി ഇൻ്റർസെക്ഷൻ സി is the set containing the ordered pairs. First component belongs to A, that is 1. Second component having only possibility, that is 4. First component having one more possibility, that is 2. Second component having only one possibility, that is 4. Now this set is A cross B intersection C. മൂന്നാമത് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എ ക്രോസ് ബി യൂണിയൻ സി ഇൻ്റർസെക്ഷൻ എ ക്രോസ് ബി ഇൻ്റർസെക്ഷൻ സി. അതായത് നമ്മൾ ഫസ്റ്റ് പാർട്ടിൽ കണ്ടുപിടിച്ച ക്രോസ് പ്രൊഡക്റ്റിൻ്റെയും സെക്കൻഡ് പാർട്ടിൽ കണ്ടുപിടിച്ച ക്രോസ് പ്രൊഡക്റ്റിൻ്റെയും ഇൻ്റർസെക്ഷൻ, അതായത് അതിൽ രണ്ട് സെറ്റിലും കോമൺ ആയിട്ടുള്ള എലമെൻറ്റ്സിനെ കണ്ടെയ്ൻ ചെയ്യുന്ന സെറ്റ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇപ്പോൾ മൂന്നാമത്തെ സെറ്റ് എന്ന് പറയുന്നത് ഫസ്റ്റ് നമുക്ക് ചെറിയ സെറ്റ്, രണ്ടാമത്തെ സെറ്റാണ്, അതിലെ എലമെൻറ്റ്സ് നോക്കാം. ഓർഡേഡ് പെയർ 1, 4. ഓർഡേഡ് പെയർ 1, 4 ബിലോങ്സ് ടു ബോത്ത് ദ സെറ്റ്സ്. 1-ലുണ്ട് 2-ലുണ്ട്, അതുകൊണ്ട് ഓർഡേഡ് പെയർ 1, 4 മൂന്നാമത്തെ സെറ്റിലുമുണ്ട്. ഇനി ഓർഡേഡ് പെയർ 2, 4 ബിലോങ്സ് ടു ദി സെക്കൻഡ് സെറ്റ്. ഓർഡേഡ് പെയർ 2, 4 ബിലോങ്സ് ടു ദി ഫസ്റ്റ് സെറ്റ് ഓൾസോ. അപ്പോൾ അതിൻ്റെ രണ്ടിൻ്റെയും ഇൻ്റർസെക്ഷൻ ആകുന്നുണ്ട്. രണ്ടാമത്തെ സെറ്റിനകത്ത് അത്ര എലമെൻറ്റ്സേ ഉള്ളൂ. അപ്പോൾ കോമൺ ആയിട്ട് വരാവുന്ന എലമെൻറ്റ്സിൻ്റെ പോസിബിലിറ്റീസ് എന്ന് പറയുന്നത് അത് രണ്ടും മാത്രമേ ഉള്ളൂ. അപ്പോൾ മൂന്നാമത്തെ സെറ്റ് എന്ന് പറയുന്നതും സെയിം സെറ്റായിരിക്കും. സെറ്റ് ഓഫ് ഓർഡേഡ് പെയർസ് 1, 4 ആൻഡ് 2, 4 ആയിരിക്കും. ഇനി നാലാമത്തെ സെറ്റ് എന്ന് പറയുന്നത് എ ക്രോസ് ബി ഇൻ്റർസെക്ഷൻ ബി ക്രോസ് സി. ആദ്യം നമ്മൾ എ ക്രോസ് ബി കണ്ടുപിടിക്കണം. എ ക്രോസ് ബി കണ്ടുപിടിക്കാൻ എയിലെ ഫസ്റ്റ് എലമെൻറ്റ് 1 ആണ്, ബിയിൽ 2 പോസിബിലിറ്റീസ്. അപ്പോൾ 1, 3, 1, 4. എയിലെ സെക്കൻഡ് പോസിബിലിറ്റി ഈസ് 2, അതായത് ഫസ്റ്റ് കമ്പോണൻ്റായിട്ട് 2 വരാം, സെക്കൻഡ് കമ്പോണൻസ് ആയിട്ട് 3-ഉം 4-ഉം വരാം. അപ്പോൾ 2, 3, 2, 4 ഈ സെറ്റാണ് എ ക്രോസ് ബി എന്ന് പറയുന്നത്. ഇനി ബി ക്രോസ് സി കണ്ടുപിടിക്കാം. ബി ക്രോസ് സി കാണുമ്പോൾ ഫസ്റ്റ് കമ്പോണൻ്റായിട്ട് 3 വരാം, സെക്കൻഡ് കമ്പോണൻ്റായിട്ട് 3 പോസിബിലിറ്റീസ് ഉണ്ട്, 4, 5 ആൻഡ് 6. അപ്പോൾ 3, 4, 3, 5, 3, 6. അതേപോലെ ഫസ്റ്റ് കമ്പോണൻ്റായിട്ട് 4 വരാം, അപ്പോൾ സെക്കൻഡ് കമ്പോണൻ്റായിട്ട് 4, 5, 6 വരാം. അപ്പോൾ 4, 4, 4, 5, 4, 6 ഈ സെറ്റിനെയാണ് ബി ക്രോസ് സി എന്ന് പറയുന്നത്. ഇനി ഈ രണ്ട് ക്രോസ് പ്രൊഡക്റ്റുകളുടെ ഇൻ്റർസെക്ഷൻ സെറ്റ് എന്ന് പറഞ്ഞാൽ ദ എലമെൻറ്റ്സ് വിച്ച് ആർ ബിലോങ്ങിങ് ടു ബോത്ത് ദ സെറ്റ്സ്. 1, 3 ഫസ്റ്റ് സെറ്റിലുണ്ട്, സെക്കൻഡ് സെറ്റിലില്ല. 1, 4 സെക്കൻഡ് സെറ്റിലില്ല. 2, 3 സെക്കൻഡ് സെറ്റിലില്ല. 2, 4ഉം സെക്കൻഡ് സെറ്റിലില്ല. അപ്പോൾ ഒരു എലമെൻറ്റ് പോലും രണ്ട് സെറ്റിലും കോമൺ ആയിട്ടില്ല. അതുകൊണ്ട് എ ക്രോസ് ബി ഇൻ്റർസെക്ഷൻ ബി ക്രോസ് സി എന്ന് പറയുന്നത് എം ടി സെറ്റായിരിക്കും. ഇനി നമുക്ക് 5 ഉപയോഗിച്ച് റെപ്രസെൻറ്റ് ചെയ്യാം, അല്ലെങ്കിൽ എം ടി കേർലി ബ്രാക്കറ്റ് ഉപയോഗിച്ച് റെപ്രസെൻറ്റ് ചെയ്യാം. താങ്ക് യു.